Good morning, students. ഇന്ന് നമുക്ക് വെക്ടേഴ്സിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. Two variable vectors 3x into vector I plus y into vector j minus 3 into vector k and xi minus 4y into j plus 4k are orthogonal to each other. Then locus of xy is, and the answers in the option കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ഹൈപ്പർബോള, സർക്കിൾ, സ്ട്രേറ്റ് ലൈൻ, എലിപ്സ്, പരാബോള. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഈ രണ്ട് വെക്ടറും ഓർത്തോഗണൽ ആണ്. രണ്ട് വെക്ടർ ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്ക് എന്തറിയാം? എ ആൻഡ് ബി ആർ ഓർത്തോഗണൽ ആണെങ്കിൽ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0. If two vectors are orthogonal, then a dot b is equal to 0. Here first vector എന്ന് പറയുന്നത് എന്താണ്? 3x into vector I plus y into vector j minus 3k in the first vector. The second vector ഏതാണ്? x into vector I minus 4y into vector j plus 4k. Since it is orthogonal, their dot product will be 0. Then we can find the dot product. 3x into x, 3x square, y into minus 4y square plus minus 12 is equal to 0. That is 3x square minus 4y square is equal to 12. Then we can divide this equation by 12. Then we get 3x square by 12 minus 4y square by 12 is equal to 1. That is x square by 4 minus y square by 3 is equal to 1. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് x square by 4 minus y square by 3 is equal to 1. ഈ കോണിക് സെക്ഷനിൽ നമ്മൾ സർക്കിൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സർക്കിൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? x square plus y square is equal to 1. അത് ഏത് സർക്കിൾ ആണ്? സെന്റർ 0 0 റേഡിയസ് 1 ആയിട്ട് സർക്കിൾ. അതുപോലെ തന്നെ നമ്മൾ പരാബോള പഠിച്ചിട്ടുണ്ട്. പരാബോളയുടെ ഷേപ്പ് എന്താണ്? y square equal to 4ax. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? എലിപ്സ് പഠിച്ചിട്ടുണ്ട്. എലിപ്സിന്റെ ഫോം എന്താണ്? x square by a square plus y square by b square is equal to 1. പിന്നെ നമ്മൾ പഠിച്ച ഷേപ്പ് ഏതാണ്? x square by a square minus y square by b square is equal to 1. അതാണ് ഹൈപ്പർബോള. അപ്പൊ കോണിക് സെക്ഷനിൽ നമ്മൾ സർക്കിൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സർക്കിള്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. ഇവിടെ നമുക്ക് കിട്ടിയ ഷേപ്പ് എന്താണ്? x square by 4 minus y square by 3 is equal to 1. ഇത് ഏത് ഗണിതത്തിൽപ്പെടും? ഹൈപ്പർബോള. Therefore നമ്മുടെ ആൻസർ എന്താണ്? ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോള. ഹൈപ്പർബോള ഇതിലുണ്ടോ നോക്കിയേ. ഫസ്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? ഹൈപ്പർബോളയാണ് ഇതിന്റെ ആൻസർ കേട്ടോ. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച കൺസെപ്റ്റ് എന്താണ്? ഇവിടെ ഈ രണ്ട് വെക്ടേഴ്സും ഓർത്തോഗണൽ ആകുമ്പോൾ അവയുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ടു വെക്ടേഴ്സ് ആർ ഓർത്തോഗണൽ, their dot product will be 0. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3x square minus 4y square equal to 12 എന്ന് കിട്ടി. ഡിവൈഡ് ദാറ്റ് ഇക്വേഷൻ ബൈ 12. 12 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? x square by 4 minus y square by 3 is equal to 1. ഇത് ഏതിന്റെ ഷേപ്പ് ആണെന്ന് കിട്ടി? ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ ഷേപ്പ് എന്താണ്? x square by a square minus y square by b square is equal to 1. Therefore the question answer ഹൈപ്പർബോള. എല്ലാവരും എഴുതിയിരിക്കുക കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. Second problem. Vector A dot B plus C cross A plus B plus C equals 0, vector A, vector B, vector C, BCA
C ABC D not. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വെക്ടർ A dot B plus C cross A plus B plus C is equals. ഇതിന്റെ ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? A 0, B A B C B C A, ബോക്സ് പ്രൊഡക്റ്റ് A B C not. ഇതിൽ ഏത് ആൻസർ ആണെന്ന് നോക്കണം. അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? A dot B plus C cross A plus B plus C. നമുക്കറിയാം I ക്രോസ് I എന്താണ്? I ക്രോസ് I is equal 0 ആണ്. J ക്രോസ് J എന്താണ്? 0 ആണ്. K ക്രോസ് K എന്താണ്? 0 ആണ്. നമ്മളിവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം. A ഡോട്ട് B പ്ലസ് സി കൊണ്ട് A നെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ B പ്ലസ് സി ക്രോസ് A എന്ന്. ഇനി B പ്ലസ് സി കൊണ്ട് B പ്ലസ് സിനെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ B പ്ലസ് സി ക്രോസ് B പ്ലസ് സി എന്നാ വരുന്നത് അല്ലേ? B പ്ലസ് സെയിം വെക്ടർ ആവുമ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? I ക്രോസ് I is equal to 0, J ക്രോസ് J is equal to 0, K ക്രോസ് K is equal to 0. Therefore B plus C cross B plus C എന്തായിരിക്കും? സെയിം വെക്ടർ ആയതുകൊണ്ട് ആൻസർ 0. അപ്പൊ രണ്ടാമത്തെ പാർട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ദിസ് ഈസ് ഈക്വൽ ടു A ഡോട്ട് അല്ലെ? A ഡോട്ട് B plus C ക്രോസ് C അല്ലെ? A ഡോട്ട് B plus C ക്രോസ് C നമുക്ക് ഇങ്ങനെ എഴുതാം. A ഡോട്ട് A B plus C A ഇങ്ങനെ എഴുതാം അല്ലെ? ബോക്സ് പ്രൊഡക്റ്റ് പോലെ എഴുതാം. A B plus C A. ഇതില് രണ്ട് വെക്ടർ സെയിം ആണ്. വെക്ടർ എ ഇവിടെ രണ്ട് വെക്ടർ സെയിം ആണ്. രണ്ട് വെക്ടർ സെയിം ആണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ വെക്ടർ എ ബി സി എടുക്കുമ്പോൾ എ ബി സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് A1 A2 A3 ഡിറ്റർമിനന്റ് B1 B2 B3 C1 C2 C3 ഇതാണ് വെക്ടർ എ ബി സിയുടെ ഡിറ്റർമിനന്റ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് റോസോ രണ്ട് കോളംസോ ഐഡന്റിക്കൽ ആയാൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ A1 A2 A3 ഇവിടെ A1 A2 A3 ആണെങ്കിൽ ഇതിന്റെ ആൻസർ 0 ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ വെക്ടർ എ ഉണ്ട്, ഇവിടെ വെക്ടർ എ ഉണ്ട്, രണ്ടും സെയിം ആയിട്ട് വന്നു. Therefore ഇതിന്റെ ആൻസർ എന്താണ്? The answer will be 0. 0 എന്നുള്ള ആൻസർ ഇതിലുണ്ടോ നോക്കിയ ആൻസർ ഉണ്ട് A. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷന്റെ B plus C വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് B plus C ക്രോസ് B plus C 0. അപ്പൊ ആ ടേം നമുക്ക് ഇല്ലാണ്ടായി പോകും. പിന്നെ വരുന്നത് A ഡോട്ട് B plus C ക്രോസ് A ആണ്. അത് നമ്മൾ A B plus C A സ്കെയിലർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ബോക്സ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ ഇതിന് രണ്ട് വെക്ടർ സെയിം ആയിട്ട് വരുന്നു. Therefore their answer will be 0. Therefore here we get our answer is 0. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. Problem number 3. Volume of parallelepiped whose sides are given by OA is equal to 2I minus 3J, OB is equal to vector I plus vector J minus K, and OC is equal to 3I minus K is equal to answers എന്തൊക്കെയാണ്? 4/13, 4, 2/7, D naught. But this volume of a parallelepiped whose sides are given by OA, OB, OC is equal to 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക്
എ, ഇത് ഫസ്റ്റ് വെക്ടർ എ എടുക്കാം, സെക്കൻഡ് വെക്ടർ ബി എടുക്കാം, തേർഡ് വെക്ടർ നമുക്ക് സി എടുക്കാം. അപ്പൊ നമ്മൾ ബോക്സ് പ്രൊഡക്റ്റ് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഡിറ്റർമിനന്റ് ഫസ്റ്റ് വെക്ടറിന്റെ 2 -3 0, സെക്കൻഡ് വെക്ടറിന്റെ എന്താണ് 1 1 -1, തേർഡ് വെക്ടറിന്റെ എന്താണ് 3 -1 3 0 -1. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 into ഇവിടെ നമ്മൾ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോയെ ഒഴിവാക്കി കഴിയുമ്പോൾ 1 into -1 then +3 into ഈ കോളം ഈ റോയെ ഒഴിവാക്കി കഴിയുമ്പോൾ -1 then നമുക്ക് -1 into 3 എന്ന് പറയുമ്പോൾ എത്ര വരും? +3 എന്ന് വരും. That is -2 + 3 into 2. Therefore, -2 + 6. The answer will be 4. 4 എന്നുള്ള ആൻസർ ഇതിലുണ്ടോ നോക്കിയേ? ആൻസർ ഉണ്ട്, ആൻസർ ബി. Therefore, ഇതിന്റെ ആൻസർ എത്ര കിട്ടുന്നേ? 4 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിറ്റർമിനന്റ് A1 A2 A3 B1 B2 B3 C1 C2 C3 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടും? ആൻസർ 4. എല്ലാവരും എഴുതി എടുത്തോളൂ കേട്ടോ.